നടക്കാനിരുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ CMRL എക്സാലോജി കേസിൽ ടി വീണയെ ED വിളിപ്പിച്ചിരുന്നത്, മൊഴിയെടുപ്പിന് വേണ്ടി വിളിപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ കേസിൽ വീണ ടി ED ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകില്ല. വീണയ്ക്ക് ഹാജരാകാൻ ഉദ്യോഗസ്ഥർ മറ്റൊരു ദിവസം ഉടൻ തന്നെ നൽകും. CMRL ഉടമ ശരൺ കർത്ത ഉൾപ്പെടെയുള്ള ആളുകളെ തിങ്കളാഴ്ച മുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതേസമയം ED അന്വേഷണം മരവിപ്പിക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് CMRL. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. പല കാര്യങ്ങളിൽ തെളിവുകൾ ഉണ്ടായിരുന്നു, പല മൊഴികളിലൊക്കെ. ഗുഡ് മോർണിംഗ്. തെളിവുകളൊക്കെ കിട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഈ 12 ഇടങ്ങളിൽ EDയുടെ റെയ്ഡ് നടന്ന ദിവസം. അന്നൊരു പ്രാഥമിക മൊഴിയെടുപ്പ് ED നടത്തിയിരുന്നു വീണ ടിയുടെ. അപ്പോൾ ഈ മൊഴികളിലും അതേപോലെ ലഭിച്ച തെളിവുകളിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നായിരുന്നു ED വൃത്തങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങളൊക്കെ. ഇതിലൊക്കെ ഒരു വ്യക്തത വേണം. പിന്നെ ലഭിച്ച പണം എന്തിനുപയോഗിച്ചു, പ്രധാനപ്പെട്ട കാര്യം, അതിലുമൊക്കെയും ഒരു വ്യക്തത EDക്ക് വേണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഇന്ന് വീണ ടിയെ വിളിച്ചത്. പക്ഷേ വീണ ടി ഹാജരാകുന്നില്ല. EDയുടെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയാണ്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് വീണ ടി ഹാജരാകുന്നില്ല. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തനിക്ക് അവധി നൽകണമെന്നാണ് അവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റൊരു ദിവസം അവർക്ക് ഹാജരാകുന്നതിന് വേണ്ടി അനുവദിച്ച് നൽകുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആവശ്യമെങ്കിൽ തന്റെ ബാങ്ക് രേഖകളും സ്വത്തുവിവരങ്ങളും സംബന്ധിച്ചുള്ള രേഖകളെല്ലാം അഭിഭാഷകൻ മുഖേന ഹാജരാക്കാമെന്നും വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ അത് വേണ്ട, പകരം നേരിട്ട് ഹാജരാകുമ്പോൾ മതി ഇവയെല്ലാം എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശരൺ കർത്ത ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ശശീര കർത്ത ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ആശുപത്രിയിലാണ്. ശരൺ കർത്ത ഉൾപ്പെടെയുള്ള ആളുകളെ തിങ്കളാഴ്ച മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. ഇതിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം തന്നെയായിരിക്കും വീണയ്ക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നൽകുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIO അടക്കമുള്ള ഏജൻസികളുടെ കണ്ടെത്തലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറെക്കുറെ അതിന്റെ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വീണ അന്ന് നൽകിയിരിക്കുന്ന മൊഴി, അത് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയിൽ നടത്തിയ മൊഴി, ഇവ തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ED ഉദ്യോഗസ്ഥർ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതും വീണയെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചതുമെല്ലാം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണയ്ക്ക് മറ്റൊരു ദിവസമായിരിക്കും സേതു അനുവദിച്ചു നൽകുക.